മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാ ശബ്ദം. ആൽവരിയിൽ നിന്നും മുഴങ്ങിയ മൊഴികളാൽ സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെങ്ങും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ കൃപയാൽ ഇന്ന് രാത്രിയിലും കാൽവരിനാദത്തിന്റെ പാടിസ്തുതിക്കാമെന്ന ജീവിത സാക്ഷി പ്രോഗ്രാം ആരംഭിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ അനുഗ്രഹീതമായ ജീവിത സാക്ഷ്യങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് രാത്രി നമ്മോടൊപ്പമായിരിക്കുന്ന പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അനുകൂലമായൊരു ചുറ്റുപാടും കാലാവസ്ഥയും കർത്താവ് നമുക്ക് നൽകട്ടെ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. കർത്താവിന്റെ ദാസൻ സാം ഇടുക്കള തിരുവനന്തപുരം അവറുകൾ ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, തിരുനാമത്തിന് നന്ദി അറിഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയങ്ങളെ അവിടെവിടങ്ങളായി അവിടുന്ന് കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ എല്ലാ കൃപയ്ക്കും കരുണയ്ക്കുമായി സ്തോത്രം. പ്രതികാല ഈ കർത്താവെ, ഈ കാൽവരിനാദം പ്രോഗ്രാമിനെ ഓർത്തുപത്തിയാൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസൻ കർത്താവെ അനേക നാളിലായിട്ട് നിലകളിലെ ശുശ്രൂഷയിലായിരിക്കുന്നു. ഇതോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഓരോരുത്തരെ ഓർത്തുപത്തിയാൽ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിനായി കർത്താവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ നിലകളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ നിലയിലും കർത്താവിൻ്റെ വചനം കർത്താവെ ഘോഷിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഒരുക്കിനായി സ്തോത്രം ചെയ്യുന്നു. അനേകരുടെ ജീവിത സാക്ഷ്യങ്ങളുടെ കർത്താവിനെ ഉയർത്തി കാണിപ്പാൻ തക്കവണ്ണം വിശ്വാസം മൂലം അവിടുന്ന് ഇടയാക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇവിടെ തലമുണക്കിയിരിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കുന്നതുകൊണ്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദത്തിൽ അർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് രാത്രിയിലും കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ജോർജ് ജോൺ തിരുവനന്തപുരം നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസന്റെ ജീവിത അനുഭവങ്ങളിലൂടെ സാക്ഷ്യത്തിലൂടെ ഇന്ന് രാത്രി ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹീതമായ വചനത്തോടുകൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ അക്സാറ്റി സന്തോഷ് കൊട്ടാരക്കര 2 ഗാനങ്ങൾ ആലപിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മിനിസ്ട്രിയുടെ പേരിൽ ഈ ശുശ്രൂഷയിലേക്ക് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ നമുക്ക് കേൾക്കാനുള്ളൊരു അവസരമുണ്ട്. പ്രിയ മകളെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ഒരു ഹിന്ദി ഗാനവും ഒരു മലയാളം ഗാനവും നമുക്ക് കേൾക്കാം. ഇന്ദസാർ മുച്ച്കോ ഹേ തേരിയെ പ്രഭു. നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ സൃഷ്ടിയുടെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നു. അതിലുപരി ദൈവത്തിന്റെ മഹത്വത്തെ അറിയിക്കുന്ന അനുഗ്രഹീതമായൊരു ഗാനം. ആ ഗാനം കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. ഗാനം ആലപിക്കുന്നതിന് വേണ്ടി പ്രിയമകളെ എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ ക്ഷണിക്കുന്നു. നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. प्रभु रात तेरी डल जाए सुबह में ताको इंतजार मुझको है तेरी ये प्रभु रात तेरी डल जाए सुबह में ताको कब से राह देखे हम इतने दिन बिता दिए मुझको लेने बादलों पर कब तू आएगा इंतजार मुझको है प्रभु
सवेरे मीटेंगे जब मैं उसके संग संग स्वर्ग जाऊंगा। इंतजार मुझको है तेरी ये प्रभु, रात तेरी ढल जाए सुबह में ताकू। इंतजार मुझको है तेरी ये प्रभु, रात तेरी ढल जाए सुबह में ताकू। कब से राह देखे हम कितने दिन बिता दिए, मुझको इन बादलों पर कब तू आएगा। इंतजार मुझको है तेरी ये प्रभु, रात तेरी ढल जाए सुबह में ताकू। വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് ഹിന്ദി ഗാനം കേൾക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരവസരവും നാം നഷ്ടപ്പെടുത്തരുത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് നമ്മുടെ നിർദ്ദേശം. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ യൗവന കാലഘട്ടം അത് ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. ഈ ലോകത്തിന്റെ മായകളിൽ ഇഷ്ടങ്ങളിൽ നടന്ന് ജീവിച്ച് നശിപ്പിക്കാനുള്ളതല്ല. ആ കാലഘട്ടത്തിൽ കർത്താവിനെ ഓർത്തുകൊള്ളുക, കർത്താവിനെ ഓർക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യമാണ്. ആ ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. യൗവനക്കാര യൗവനക്കാരി എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതരമായ ഗാനം. യൗവനക്കാരി നല്ലൊരു ജീവിതം പഴക്കിടല്ലേ. യൗവനക്കാരി നല്ലൊരു ജീവിതം പഴക്കിടല്ലേ. ലോകത്തിൽ കാണും സുഖങ്ങളെല്ലാം ദൈവത്തെ മറന്നു നീ മോഹിച്ചിടല്ലേ. ലോകത്തിൽ കാണും സുഖങ്ങളെല്ലാം ദൈവത്തെ മറന്നു നീ മോഹിച്ചിടല്ലേ. മരണമുണ്ടൊരിക്കൽ നിശ്ചയം, അടുക്കമുണ്ടൊരിക്കൽ നിശ്ചയം. മരണമുണ്ടൊരിക്കൽ നിശ്ചയം, അടുക്കമുണ്ടൊരിക്കൽ നിശ്ചയം. ന്യായവിധി വേഗത്തിൽ പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. ന്യായവിധി വേഗത്തിൽ പ്രതിഫലമുണ്ട് സ്വർഗത്തിൽ. യൗവനക്കാരി നല്ലൊരു ജീവിതം പഴകിടല്ലേ. യൗവനക്കാരി നല്ലൊരു ജീവിതം പഴകിടല്ലേ. സ്വർഗീയവാസം പൂകിയോരെല്ലാം ആനന്ദിച്ചാർക്കും പ്രിയനരികിൽ. സ്വർഗീയവാസം പൂകിയോരെല്ലാം ആനന്ദിച്ചാർക്കും പ്രിയനരികിൽ. നരകവാസം ലഭിച്ചോരെല്ലാം ഓർക്കും പോയ യൗവനകാലം. നരകവാസം ലഭിച്ചോരെല്ലാം ഓർക്കും പോയ യൗവനകാലം. ജീവിച്ചിടൂ യേശുവിൻ നാമത്തിൽ, നിത്യത നേടിടും നിസംശയം. ജീവിച്ചിടൂ യേശുവിൻ നാമത്തിൽ, നിത്യത നേടിടും നിസംശയം. ഇല്ലെങ്കിൽ സോദരരെ പോയിടും നരകത്തിൽ. അയ്യോ തീർന്നിടും മണ്ണിലെ ജീവിതം.
സുഖങ്ങളെല്ലാം നിത്യത മാത്രം, അതു ലക്ഷ്യമേയെന്നും. കാണാൻ വയ്യേ, ഓർക്കാൻ പോലും വയ്യേ, നരകയാതന അത്ര ഭയങ്കരമേ. അയ്യോ വിണ്ടായി ലോക സുഖങ്ങളെല്ലാം നിത്യത മാത്രം, അത് ലക്ഷ്യമേയെന്നും. യൗവനക്കാരാ യൗവനക്കാരി, നല്ലൊരു ജീവിതം പാഴാക്കിടല്ലേ. യൗവനക്കാരാ യൗവനക്കാരി, നല്ലൊരു ജീവിതം പാഴാക്കിടല്ലേ. ലോകത്തിൽ കാണും സുഖങ്ങളെല്ലാം ദൈവത്തെ മറന്നു നീ മോഹിച്ചിടല്ലേ. ലോകത്തിൽ കാണും സുഖങ്ങളെല്ലാം ദൈവത്തെ മറന്നു നീ മോഹിച്ചിടല്ലേ. യൗവനക്കാരാ യൗവനക്കാരി, നല്ലൊരു ജീവിതം പാഴാക്കിടല്ലേ. യൗവനക്കാരാ യൗവനക്കാരി, നല്ലൊരു ജീവിതം പാഴാക്കിടല്ലേ. ദൈവനാമത്തിന് മഹത്വം. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. വീണ്ടും ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായൊരു സാക്ഷ്യം നാം കേൾക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന്റെ ദാസൻ ജോഷ് ജോൺ തിരുവനന്തപുരം അവറുകളെ എല്ലാ ബഹുമാനത്തോടുകൂടെ ക്ഷണിക്കുന്നു. കർത്താവിന്റെ ദാസൻ കർത്താവിന് വേണ്ടി വളരെ ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ, യുവജനങ്ങളുടെ മധ്യത്തിൽ വളരെ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസനാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആ നിലയിൽ കർത്താവിന്റെ വേലയിലായിരിക്കാൻ ദൈവം കൃപ ചെയ്തു. താനും കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ തന്നെ ശക്തിപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന ആ ശക്തിയെക്കുറിച്ച്, ആ ദൈവകൃപയെക്കുറിച്ച് ഇന്ന് രാത്രി നമുക്ക് കേൾക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടെ സാക്ഷ്യം പറയാനായിട്ട് ക്ഷണിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ കാൽവറി നാഥ മിനിസ്ട്രിയുടെ ഈ ജീവിത സാക്ഷ്യ പരമ്പരയിൽ എനിക്കൊരു ഭാഗമായി തീരുവാൻ മെൽവിനെ ദൈവം ഒരുക്കിയ ഈ നല്ല സമയത്തിന് ഞാൻ ആദ്യം ദൈവത്തിന് സകല നന്ദിയും അറിയിക്കുന്നു. ഈ സൂം മീറ്റിങ്ങിലൂടെ പലപ്പോഴും ഈ ഇതിൽ കയറാൻ സാധിച്ചിട്ടില്ലെങ്കിലും യൂട്യൂബിലൂടെ ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ യൂട്യൂബിലൂടെ നോക്കുന്ന സമയത്ത് അനേക വലിയ ഭക്തന്മാരായിട്ടുള്ള സുവിശേഷകന്മാർ ഇവിടെ വന്ന് അവരുടെ ജീവിത സാക്ഷ്യം പറയുന്നത് കേട്ട് സന്തോഷിക്കുവാനൊക്കെ കഴിഞ്ഞ നാളുകളിൽ ഇടയായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് അടിയനും ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സകല നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. എന്റെ പേര് ജോഷ് ജോൺ എന്നാണ്. സ്വദേശം വന്നിട്ട് തിരുവനന്തപുരത്ത് മണലയം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മണലയം എന്ന് പറയുന്ന സ്ഥലം ഇവിടുന്ന് തിരുവനന്തപുരം സെന്ററിൽ നിന്ന് ഏകദേശം 35 കിലോമീറ്റർ മാറി നെടുമങ്ങാട് പാലോട് റൂട്ടിലാണ് ഈ മണലയം എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഞാൻ എൻ്റെ ചെറുപ്രായം മുതലേ ഈ കർത്താവിനെ അറിയുവാനും, ഞാൻ ഒരു ബ്രദറൻ കുടുംബത്തിലാണ് ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ പപ്പയുടെ പപ്പ ആണ് ആദ്യമായിട്ട് ഈ ബ്രദറൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. അവരാദ്യം CSI പശ്ചാത്തലത്തിലായിരുന്നു. എൻ്റെ അപ്പച്ചൻ തൊഴുക്കൽ CSI സഭയിലെ കൊയർ മാസ്റ്റർ ആയിട്ട് വർഷങ്ങൾ അവരിങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത്, അനേക വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിങ്കര ടൗൺ ഹാളിൽ വെച്ച് YSKL സാറും അന്ന് കുന്നുകുഴി സഭയിലുള്ള ചില ദൈവദാസന്മാരും കൂടെ ചേർന്ന് ഒരു കൺവെൻഷൻ നടത്തുകയും ആ കൺവെൻഷനിലൂടെ അവര് യഥാർത്ഥമായി കർത്താവിനെ അറിയുകയും അങ്ങനെ വേർപെട്ട് അവർ ബ്രദറൻ വിശ്വാസത്തിലേക്ക് വേർപെട്ട ദൈവജനത്തോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാനായി തുടങ്ങിയവരാണ് അവർ. മാമരവിള സഭയോടുള്ള ബന്ധത്തിൽ അവർ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോന്നു വന്നു. എന്നാൽ അവർ ഈ CSI പശ്ചാത്തലം വിട്ട് ബ്രദറൻ വിശ്വാസത്തിലേക്ക് അല്ലെങ്കിൽ ആ ഉപദേശത്തിലേക്ക് കടന്നു വന്നപ്പോൾ വളരെയധികം പ്രതികൂലങ്ങൾ അവർക്ക് അന്നത്തെ കാലത്ത് നേരിടേണ്ടി വന്നു. അവർക്ക് പെയിന്റിംഗ് ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജോലി. എന്നാൽ ആ ജോലിയെല്ലാം ആ സമൂഹം അടയ്ക്കുന്ന രീതിയിൽ മാത്രമല്ല, വളരെയധികം പട്ടിണിയിലൂടെയും പ്രയാസത്തിലൂടെയും എല്ലാം അവർ കടന്നു പോകുവാനായിട്ട് ഇടയായി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ പിതാവും അങ്ങനെ ആ രീതിയിൽ പെയിന്റിങ്ങിനോടുള്ള ബന്ധത്തിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ചെറുപ്രായത്തിൽ പിതാവിന് ബഹ്റൈനിലെ ജോലിക്കായി കടന്നു പോകുവാനും അവിടെ ഒരു പ്രസ്സിലെ ജോലിയോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. അങ്ങനെ ഏകദേശം വർഷങ്ങൾ പലത് പോയി. എൻ്റെ പിതാവിന് വിവാഹം 1983 കഴിയുകയും 1986 ആണ് ജൂലൈ മാസം 12 ഞാൻ ജനിക്കുന്നത്.
ഞാൻ ശരിക്കും ജനിക്കുന്നത് ബഹ്റിനിലാണ് ഞാൻ ജനിക്കുന്നത്. ബഹ്റിനില് ജനിച്ച് വർഷങ്ങള് ഏകദേശം എന്റെ 2ാം ക്ലാസ് വരെയും ഞാൻ ബഹ്റിനില് അവിടെയുള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്. അവിടെ ബഹ്റിനിലെ ഗഫൂൾ ബ്രദറിൻ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ ആണ് തീരെ കുഞ്ഞു പ്രായത്തിൽ സൺഡേ സ്കൂളിനും മറ്റുമൊക്കെ കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. ഇന്നുള്ള അനേക ദൈവമക്കൾ, പ്രത്യേകിച്ച് രാജൻ തോമസ് സാർ അടൂര്, അതുപോലെ തന്നെ എബ്രഹാം തോമസ് കൊച്ചി, അവരൊക്കെ അന്ന് ഞങ്ങളെ സൺഡേ സ്കൂള് മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു കാലത്തിലൂടെയാണ് ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കർത്താവിനെ കുറിച്ച് വളരെയധികം കേൾക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ കാലങ്ങൾ കടന്നുപോയി. 1995 എനിക്ക് ഏകദേശം ഒരു 9 വയസ്സുള്ളപ്പോൾ എന്റെ പിതാവ് ബഹ്റിനിലെ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരികയും നാട്ടിലേക്ക് കടന്നു വരുവാനായി തീരുമാനിച്ചു. ഈ സമയത്തൊക്കെയും എന്റെ അമ്മയ്ക്ക് ഒരു ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു. അങ്ങനെ വർഷങ്ങള് ലീവ് എടുത്തിട്ടാണ് ഈ ബഹ്റിനില് ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായിട്ടായിരുന്നത്. എന്നാൽ തിരിച്ചു വന്ന സമയത്ത് അമ്മയ്ക്ക് ജോയിൻ ചെയ്യേണ്ടി വന്നത് മലപ്പുറം ജില്ലയില് ആണ് ജോയിൻ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ 1994 ആയപ്പോൾ എന്റെ മാതാവും ഞാനും എന്റെ ഒരു അനുജനുണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ വരികയും 95 ആയപ്പോൾ എന്റെ പിതാവ് അവിടുത്തെ ജോലി എല്ലാം വിട്ട് കർത്താവിന്റെ വേലയ്ക്കായി കടന്നു വന്നു. എന്നാൽ 1994-95 മുതൽ ഏകദേശം ഒരു 2005 വരെയുള്ള കാലഘട്ടം, ഇത്രയും ഒരു കാലഘട്ടത്തില് അതിനു മുമ്പുള്ള അവസ്ഥ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ബഹ്റിനില് നല്ല സുഭിക്ഷമായിട്ടുള്ള രീതിയിലെല്ലാം ആയിരുന്നുവെങ്കിലും 95-ന് ശേഷം വളരെയധികം പ്രയാസത്തിലൂടെയാണ് ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. ഏകദേശം 95 മുതൽ 99 വരെ ഞങ്ങൾ മലപ്പുറത്ത് ഉള്ള സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ച് അവിടെ വളർന്ന് ഇങ്ങനെ മുമ്പോട്ട് വന്നത്. ആ സമയത്തൊക്കെയും എന്റെ പിതാവ് 95 വന്ന് 95-96 ബാച്ചിൽ കുമ്മനാട് ദൈവവചന പഠനത്തിനായി പോയി. ഈ സമയത്തെല്ലാം ഞങ്ങൾ വളരെയധികം ഞെരുക്കത്തിലൂടെ എല്ലാമാണ് കടന്നുപോയത്. പ്രത്യേകിച്ച് അവിടെ ബഹ്റിനിൽ എന്റെ പിതാവ് 18 വയസ്സ് തികയുമ്പോൾ പോയി. ഏകദേശം 10-20 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വിട്ടുവരുന്ന സമയത്ത് ഒരൊറ്റ ബാങ്ക് ബാലൻസ് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് തിരിച്ചു വന്നത്. അങ്ങനെ ആ സമയത്ത് ഞാനും അമ്മയും എന്റെ അനുജനും കൂടെ വളരെയധികം പ്രയാസത്തിലൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഓരോ ദിവസം ആഹാരത്തിനുള്ള വക, അല്ലെങ്കിൽ അന്ന് നമുക്കറിയാം ആ സമയത്തൊന്നും ഗ്യാസ് ഒന്നും അങ്ങനെ സുലഭമായി ലഭിക്കാത്ത സമയം, ഞാനും എന്റെ അനിയനും അമ്മയും കൂടെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഒരു വലിയൊരു ബിഗ് ഷോപ്പറും പിടിച്ച് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്ക് വിറക് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ചുള്ളിക്കമ്പോ വിറകോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അനിയൻ ഓടിച്ചെന്ന് ആരും കാണാതെ അടുത്ത് ബിഗ് ഷോപ്പറിലിട്ട് ഞങ്ങൾ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏകദേശം 95 മുതൽ 2005 വരെ ആ ഒരു അവസ്ഥയിൽ വളരെയധികം ഞെരുക്കത്തിലൂടെ എല്ലാം കടന്നുപോയെങ്കിലും ദൈവം ഞങ്ങളെ അധികമായി മാനിച്ചു. ദൈവം ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സകല നന്ദിയും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. 95-ന് എന്റെ പിതാവ് വേലയോടുള്ള ബന്ധത്തിൽ വരികയും ഏകദേശം 3 വർഷത്തോളം 98-99 വരെ ഞങ്ങൾക്ക് മലപ്പുറത്ത് ആയിരുന്നു. ആ സമയത്തൊക്കെ എന്റെ പിതാവ് അവിടെ മലപ്പുറം വായ്പാറപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള സഭയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അടൂരുള്ള ഒരു എബ്രഹാം എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ട്, ഒരു അങ്കിളുണ്ട്. ആ അങ്കിളിനോടൊപ്പം ചേർന്നാണ് അവിടെ കർത്താവിന്റെ വേലയിലായിരുന്നത്. ആ സമയത്ത് ഞങ്ങൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു, ഏകദേശം 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന ആ സമയമായിരുന്നു. അങ്ങനെ അവിടെയുള്ള ദൈവജനത്തോടൊപ്പം ചേർന്ന് അവിടെയുള്ള ശുശ്രൂഷകളിൽ ഞങ്ങൾക്ക് കുടുംബമായി തന്നെ ആയിരിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. ആ ദിവസങ്ങളൊക്കെ ഇന്നും വളരെയധികം നന്ദിയോടുകൂടി തന്നെ ഓർക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾ പലതും കടന്നുപോയി. 99 ആയപ്പോൾ ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് എന്റെ പിതാവിന് വേലയോടുള്ള ബന്ധത്തിൽ അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ സന്ദർശിച്ചു. എന്നാൽ 99 എന്റെ പിതാവിന്റെ പിതാവ് ആരംഭിച്ച ഒരു സഭ ഉണ്ട്, അത് മണലയം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ്. അതിന്റെ ചുറ്റുപാടുള്ള സഭ എന്ന് പറയുന്നത് സിറ്റിക്കോണം സഭയുണ്ട്, ചേരപ്പള്ളി സഭ, ഇങ്ങനെ ചില സഭകളുടെ നടുക്കായിട്ടാണ് മണലയം എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. അവിടെ ഞങ്ങൾ കടന്നു വരികയും ആ സമയത്ത്
അവിടെയുള്ള പ്രവർത്തനവും മറ്റും എല്ലാം വളരെയധികം മന്ദഗതിയിൽ പോകുന്ന അവസ്ഥയിലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് അവിടെ കടന്നു പോകുവാനും അവിടെയുള്ള ദൈവജനത്തോടൊപ്പം ആദ്യം ഒരാഴ്ച ആരാധനയ്ക്ക് വേണ്ടി പോയി. അപ്പൊ അവര് അടുത്ത ആഴ്ചയും കൂടെ വരണമെന്ന് ഞങ്ങളെ ക്ഷണിച്ചു. അങ്ങനെ പിറ്റേ ആഴ്ചയും കൂടെ പോയി. അങ്ങനെ ഏകദേശം 1998-99 മുതൽ ഇന്ന് വരെയും ഞങ്ങൾക്ക് കുടുംബമായി അവിടെയുള്ള പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലായിരിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. 1998-99 കാലഘട്ടത്തിൽ ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്ത് ഈ സ്ഥലം സഭയിൽ വളരെയധികം കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സ്ഥലത്ത് എത്തിച്ചപ്പെടുവാൻ വളരെയധികം പ്രയാസമുള്ള സ്ഥലമായിരുന്നു അന്ന്. കാരണം ഏകദേശം ഒരു 3 മല കയറിയാലേ നമുക്ക് ഈ സ്ഥലം സഭയിൽ എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. ബസ് എന്ന് പറയുന്നത് വളരെയധികം വിരളമാണ്. ഇന്നും ആ സ്ഥലത്ത് ബസ് ശരിക്കും കോവിഡിന് ശേഷം ഇപ്പോൾ ബസ് ഒട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് ആ സ്ഥലമായിരിക്കുന്നത്. അപ്പൊ വാഹനമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് കുടുംബമായി തന്നെ കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ പറയുന്ന കുന്നും മലയും ഒക്കെ ഞങ്ങള് 4 പേരും, ഞാനും അനിയനും ഉണ്ട്, പപ്പയും അമ്മയും, ഞങ്ങൾ എല്ലാവരും കൂടെ നടന്നാണ് ഈ സ്ഥലങ്ങളെല്ലാം കയറി ചെന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അത് മാത്രമല്ല അതിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു തേക്കുമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലം സഭ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പ്രവർത്തനം തുടങ്ങിയതാണ്. എന്നാൽ അവിടെ ഒരു സ്ഥലം ഹോള് ഒരു ബന്ധുക്കോസ്തുകാരുടെ ഇന്ന് ഇവിടെ തിരുവനന്തപുരത്തുള്ള KM ജോർജ് എന്ന് പറയുന്ന ഒരു സാറ് വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ മണലേത്ത് ആരാധന കഴിഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ ഹോൾ എപ്പോഴും അടഞ്ഞിങ്ങനെ കിടക്കുന്നത് കണ്ട് ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ടായി. അങ്ങനെ ആ സാറിന്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അവിടെ 1998 ആദ്യത്തെ ബാലസംഘത്തിന്റെ ആദ്യത്തെ VBS നടന്ന തിരുവനന്തപുരം ജില്ലകളിൽ നടന്ന ഒരു സ്ഥലം ഈ തേക്കുമൂട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ ദീർഘവർഷങ്ങളിൽ ഞങ്ങൾക്ക് അവിടെ സൺഡേ സ്കൂളോടുള്ള ബന്ധത്തിലും അവിടെ പോയി പ്രവർത്തിക്കുവാൻ വലിയവനായ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മണലയം എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും വളരെയധികം പാവപ്പെട്ടവരായ വിശ്വാസികളാണ് അവിടെ ആരാധനയ്ക്കായി കടന്നു വരുന്നത്. അനേകം പേര് ആരാധനയ്ക്കായി കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ഇത്രയും യാത്രയുടെ പ്രശ്നവും ഇതെല്ലാം കാരണം അനേകം വിശ്വാസികൾ സിറ്റിയിലും മറ്റ് അവർക്ക് ട്രാൻസ്പോർട്ടേഷന് പറ്റിയ സ്ഥലങ്ങളിലേക്ക് അവരുടെ സ്ഥലമെല്ലാം വിറ്റ് മാറിപ്പോയി. അങ്ങനെ ചില വിശ്വാസികളൊക്കെ ഇവിടെ പേറുക്കട സഭയിൽ ആരാധിക്കുന്നുണ്ട്. ചിലര് ശാന്തിപുരം, കൊടങ്കര ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോരും. ഇപ്പോൾ ഞങ്ങൾ ചുരുക്കം ചില വിശ്വാസികളുമായിട്ട് അവിടെ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി പോകുന്നു. പ്രത്യേകിച്ച് അവിടെ പ്രായമായ ചില ആന്റിമാരൊക്കെ ഉണ്ട്. അവരെ ഓർത്തും പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. 1998 ഒരു ഏപ്രിൽ മാസം സുവിശേഷകൻ ബാലസംഘം തിരുവനന്തപുരം സെന്റർ സംഘടിപ്പിച്ച ഒരു ക്യാമ്പിൽ വെച്ചാണ് ഞാൻ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത്. ഇന്ന് എനിക്ക് ഏകദേശം 12 വയസ്സാണുള്ളത്. ഈ 86 ജനിക്കുന്ന സമയം മുതൽ ഈ ദൈവവചനവും കേൾക്കുകയും സൺഡേ സ്കൂളിനും സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്കെല്ലാം വളരെയധികം ആക്റ്റീവായി ബാക്കി എല്ലാ കാര്യങ്ങളും ആക്റ്റീവായി നിന്നുവെങ്കിലും 1998 ഏപ്രിൽ 12 ആലത്തൂരുള്ള ഒരു ദേവദാസ് എന്ന് പറയുന്ന ഒരു അപ്പച്ചനുണ്ട്, ഒരു സുവിശേഷകരാണ്. പുള്ളിയുടെ ക്ലാസ്സിൽ വെച്ച്, ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ വെച്ച് എനിക്ക് കർത്താവിനെ എന്തിനു വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെന്നും എനിക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തുവെന്നും യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം ആസ്പദമാക്കി പ്രിയ അപ്പച്ചൻ എന്നോട് ദൈവവചനം വളരെ വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് ഇടപെടുകയും ആ ഗ്രൂപ്പ് ക്ലാസ്സിൽ വെച്ച് ഞാൻ ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് 2002 ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ വലിയവനായ ദൈവം ഒരു വലിയൊരു ഭാഗ്യം അതും ദൈവം ഒരുക്കി. മണലയം ബ്രദർ സഭയോടുള്ള ബന്ധത്തിലാണ് എനിക്ക് ഈ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് പഠനത്തോടുള്ള ബന്ധത്തിൽ +1 +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് ചേർന്നു. 2004-2005 ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല അനേക യുവ സഹോദരന്മാർക്കും അനേക പുതുതായിട്ട് ഉയർന്നു വരുന്ന അനേക ദൈവദാസന്മാർക്ക് വളരെയധികം ചാൻസ് ഉള്ള ഒരു പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അങ്ങനെ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അന്ന് തിരുവനന്തപുരം സെന്ററിൽ ഏകദേശം 30-ലധികം VBS ഒക്കെ നടക്കുന്ന ഒരു സമയം. അപ്പോ VBSന് ലീഡേഴ്സ് വളരെയധികം കുറവായിരിക്കുന്ന സമയത്ത് അന്നത്തെ
സെക്രട്ടറി ആയിരിക്കുന്ന സി സത്യദാസ് സമ്മാനൂർ കോണവും വേറൊരു സഹോദരനും കൂടെ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരികയും എന്നെ ആ VBSനായിട്ട് ക്ഷണിച്ച് അതിനു വേണ്ടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ VBSനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞാൻ വളരെയധികം ഇവര് വന്ന് വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഇനി അവിടെ പോയി എന്ത് ചെയ്യും എന്നുള്ള വളരെയധികം പ്രയാസത്തോടു കൂടെയാണ് ഞാൻ അവിടെ കടന്നുപോയത്. കാരണം എന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെയധികം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചെന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത വളരെ ഒരു അവസ്ഥയിലായിരുന്നു. ഈ മോശ പറയുന്ന പോലെ ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനും എന്നുള്ള അവസ്ഥയിലായിരുന്നു ഞാനും. പലപ്പോഴും പല വാക്കുകളും കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു ഫോൺ കോൾ വന്നാൽ പോലും അന്നത്തെ സമയത്ത് ഫോൺ എടുത്ത് ഒരു ഹലോ എന്ന് പറഞ്ഞ് അടുത്തിന് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രമാത്രം ഇൻട്രോവേർട്ടായിട്ട്, അതായത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ 4 പേര് നിൽക്കുന്ന സമയത്ത് മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. എന്നാൽ ഇവര് വന്ന് എന്ത് കണ്ടിട്ടെന്നറിയില്ല, എന്നെ ഇവര് വന്ന് VBSനും മറ്റ് പ്രവർത്തനങ്ങൾക്കായിട്ട് കടന്നു വരണമെന്ന് പറഞ്ഞ് ഇവര് എന്നെ ക്ഷണിച്ച് പല ആവർത്തി വിളിച്ച് എന്നെ അതിനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ആദ്യം 2005 എനിക്ക് ആദ്യമായിട്ട് ഒരു VBS, അതായത് കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ അവരോടൊപ്പം കടന്നു പോകുവാൻ കർത്താവ് സഹായിച്ചു. ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഡാനി എസെക്കിയേൽ, ആറാംമട സഭയിലെ പ്രിയ ഡാനി എസെക്കിയേൽ സൗനോടൊപ്പമാണ് VBSന് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു. വളരെ രസകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ VBSനായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞ എന്റെ അപ്പച്ചൻ അന്ന് അവിടെ ഒരു ഭവനത്തിൽ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഭവനത്തിൽ വെച്ചാണ് VBS. അപ്പൊ ആദ്യം ഒരു സഹോദരൻ ഇങ്ങനെ മുമ്പിൽ കടന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ മെയിൻ ലീഡറായിട്ട് ഇരിക്കുന്ന ഒരു സഹോദരൻ കടന്നു പോകുമ്പോ പുള്ളി എന്റെ സ്വന്തം അപ്പച്ചൻ കൈയൊക്കെ കൊടുത്ത് ക്ഷണിച്ച് അകത്തോട്ട് ഇരുത്തി. രണ്ടാമത്തെ ആള് കയറി, മൂന്നാമത്തെ കൊച്ചു പയ്യനായിട്ടുള്ള ഞാനും അകത്ത് കയറി. അപ്പൊ ഇതാരാണ് ജോഷ്, നീ ഇവിടെ വന്ന് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് എല്ലാവരുടെ മുമ്പില് വല്ലാതെ എന്നെ ഒരു പരിഹസിക്കുന്ന രീതിയിൽ. കാരണം അത്രമാത്രം ഞാൻ ഒന്നുമില്ല, വെറും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാള്, ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു സംസാരിക്കത്തില്ല, എപ്പോഴും അമ്മയുടെ സാരി തുമ്പില് വലുതാകുന്നത് വരെയും ബാക്കിൽ ഒളിച്ചിരിക്കുന്ന ഞാന് അന്ന് അങ്ങനെ പോയി നിൽക്കുന്നത് കണ്ടപ്പോ എന്റെ സ്വന്തം അപ്പച്ചൻ പോലും പറഞ്ഞു, നീ ജോഷ് എന്ത് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നതെന്ന് പറഞ്ഞ് എന്നെ പരിഹസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ അനേക പരിഹാസങ്ങള് ആ സമയത്തെല്ലാം കേൾക്കാനായിട്ട് ഇടയായി തീർന്നു. അത് പലപ്പോഴും ഞാൻ തിരിച്ചു വന്ന് ഓരോ ദിവസവും ഈ VBSനും മറ്റുമായിട്ട് കടന്നു പോകുമ്പോ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രവർത്തനത്തിന് മുമ്പ് എനിക്ക് ബാക്കിയുള്ളവരുടെ മുമ്പാകെ ചെന്ന് ഈ കർത്താവിനെ കുറിച്ച് പറയുവാനോ സുവിശേഷം പറയുവാനോ എന്റെ നാവൊന്നും പൊങ്ങുന്നില്ല. ഈ സമയത്തെല്ലാം ഞാൻ തിരിച്ചു വന്നിരുന്നിട്ട് കരഞ്ഞു വിളിച്ച്, കാരണം തിരിച്ചു ബസ്സിലൊക്കെ ആയിരിക്കും അന്ന് കടന്നു വരുന്ന സമയത്ത് വേറെ ആരും അടുത്തൊന്നും ഉണ്ടാകത്തില്ല. ബസ്സിലിരുന്ന് ഇങ്ങനെ കരഞ്ഞാണ് വരുന്നത്. ദൈവമേ, എന്തിനാണ് പിന്നെ എന്നെ ഇങ്ങനെ വിളിച്ചത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമത്തോടും കരഞ്ഞും കൊണ്ട് വീട്ടിൽ പലപ്പോഴും വന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു വർഷം 2005 കഴിഞ്ഞ് 2006 ആയപ്പോ ദൈവം എനിക്ക് ഓരോന്ന് ചെയ്യുവാനുള്ള കൃപ ദൈവം തന്നു. തുടർന്ന് ദൈവം എന്നെ ഇങ്ങനെ വഴി നടത്തി. അങ്ങനെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ VBSന് മറ്റുമായിട്ടെല്ലാം കടന്നു പോകുവാനായിട്ട് ദൈവം സഹായിച്ചത്. ഇങ്ങനെ പോകുന്ന സമയത്തെല്ലാം കൂടെ പഠിപ്പിക്കാനൊക്കെ ലീഡേഴ്സ് ഉണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പം ഈ സമയത്തെല്ലാം എന്റെ പ്രധാനപ്പെട്ട ജോലി ഇവർക്ക് ഓരോ ദിവസം ആവശ്യമുള്ള ഗെയിമും വാക്യവും ഇതെല്ലാം വെട്ടുക എല്ലാം ഇവർക്കെല്ലാം ചെയ്തു കൊടുക്കലായിരുന്നു എന്റെ പണി. അപ്പൊ അങ്ങനെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോ ഇവരെന്നെ ആദ്യമായിട്ടൊരു പാട്ട് പഠിപ്പിക്കാൻ, ഒരു വാക്യം പഠിപ്പിക്കാൻ വേണ്ടി കയറ്റി. പക്ഷേ ഇതെല്ലാം ചെയ്യുവാനുള്ള കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴും എന്റെ സഭാകമ്പമോ മറ്റു പേടി കാരണമോ എനിക്ക് ഇതൊന്നും ബാക്കിയുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാനായിട്ട് സാധിക്കാത്ത അവസ്ഥയായിരുന്നു. എന്നാൽ ആ വർഷം എനിക്ക് ദൈവകൃപയാൽ പാട്ട് പഠിപ്പിക്കാനും വാക്യം പഠിപ്പിക്കാനും ഒക്കെ ദൈവം കൃപ നൽകി. വളരെയധികം ഭംഗിയായി തന്നെ ആ വർഷത്തെ VBS ഒക്കെ അവസാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തുടർന്ന് അനേകം പേര് ഇത് കണ്ടപ്പോ വിവിധങ്ങളായ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ, അന്ന് എനിക്ക് എല്ലാം കൂടെ 18-19 വയസ്സേ ഉള്ളൂ. അപ്പോഴെല്ലാം ഇവരെന്നെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും കോളേജിൽ ക്ലാസ്സിന് കയറാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയിത്തീർന്നു. അപ്പൊ ക്ലാസ്സിലുള്ള കൂട്ടുകാരൊക്കെ പലപ്പോഴും ചോദിക്കും, ജോഷ് നീ ഇന്നലെ എവിടെയായിരുന്നു? അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് ഞാൻ പോയി.
അവസാനം ക്ലാസ്സിൽ മുഴുവനും ഇങ്ങനെ എല്ലാവരും പരിഹസിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഒരു മുസ്ലിം എയ്ഡഡ് ആയിട്ടുള്ള ഒരു കോളേജിലാണ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാരും എന്നെ കാണുമ്പം പറയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു വിഷമമായിരുന്നു. ഇവരെന്നെ കളിയാക്കുന്നല്ലോ, പരിഹസിക്കുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഉണ്ട് എന്റെ ഒരു ഫ്രണ്ട്, അതൊരു മുസ്ലിം ആയിരുന്നു. ആ മുസ്ലിം ഫ്രണ്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, നീ എന്തിനിങ്ങനെ അവര് കേൾക്കുന്ന കേട്ട് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു? നീ തിരിച്ച് സാധാരണ ഈ അച്ഛന്മാര് പറയുന്ന പോലെ തിരിച്ച് ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി, വേറെ ഒരു പ്രശ്നവും ഇല്ല. നീ എന്തിനാ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അത് നല്ലതല്ലേ നിന്നെ അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ നിന്നെ അങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഇടയായി. അങ്ങനെ ഞാൻ പിന്നെ തൊട്ട് എല്ലാവരും കാണുമ്പോൾ അവർക്കറിയത്തില്ല നമ്മള് അവരെല്ലാവരും മുസ്ലിങ്ങളായാലും അവരെല്ലാം കാണുന്നത് കത്തോലിക്കരെന്നുള്ള രീതിയിലാണ് അവര് നമ്മളെ ക്രിസ്ത്യൻസിനെ മുഴുവനായിട്ട് കാണുന്നത്. അപ്പൊ അവര് പിന്നെ തൊട്ട് ഈശോ മശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് ഇടയായി. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് കുറവുകളൊക്കെ നേരിട്ടുവെങ്കിലും ദൈവം അതിൽ നിന്നെല്ലാം ദൈവം എന്നെ ഉയർത്തി. കാരണം ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ വിധങ്ങളായ രീതിയിലായിരിക്കുന്ന സമയത്തെല്ലാം പല തെറ്റുകളിലും മറ്റുമെല്ലാം അകപ്പെടുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഒരു വലിയൊരു ദൈവം തന്നെ, കർത്താവ് തന്നെ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. കാരണം നീ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പാകെ അല്ലെങ്കിൽ ഈ ദൈവവചനവുമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ ഇതുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകരുത് എന്ന് ദൈവം വളരെയധികം എന്നോട് സംസാരിക്കുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ദൈവകൃപയാൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇങ്ങനെ ഒരിക്കൽ വ്യക്തിപരമായി ദൈവമായിട്ട് അകന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയം, ബാക്കി എല്ലാവരും കാണുമ്പോൾ സഭയിൽ പോകുന്നുണ്ട്, മറ്റ് മീറ്റിങ്ങുകളിലെല്ലാം പങ്കെടുക്കുന്നുവെങ്കിലും വ്യക്തിപരമായി ദൈവസന്നിധിയിൽ നിന്ന് കുറച്ച് പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ ഞങ്ങളുടെ കോളേജിൽ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ് ഉണ്ട്. ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ നമ്മളെല്ലാവരും ഫ്രണ്ടിൽ പോകണം. ടീച്ചർ ഞങ്ങളെല്ലാവരും ഫ്രണ്ടിൽ വിളിച്ചു വരുത്തും. അപ്പൊ ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് തരും, ആ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം. അപ്പൊ ഒരു ദിവസത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ ചെന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് നമ്മോട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനെ അതിലിരുന്ന ഒരു പെൺകുട്ടി, അവള് ഇപ്പൊ ഒരു RSSന്റെ വലിയൊരു പ്രവർത്തകന്റെ വൈഫാണ്. അപ്പൊ പുള്ളിക്കാരി എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ആർ യു എ ഗോഡ് ഫിയറിംഗ് ബോയ്? നീ ഒരു ദൈവ മകനാണോ? നീ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചോദിക്കാനായിട്ടിടയി. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, അതെ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണ്. അപ്പോഴുണ്ട് ഇത് കേട്ട ഉടനെ തന്നെ ഇത് എന്നെ തന്നെ അതെ എന്ന് പറഞ്ഞുവെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇത് തന്നെ തിരിച്ച് എന്റെ അടുത്ത് ഈ പറഞ്ഞ വാക്ക് എന്നെ തിരിച്ചിങ്ങനെ സ്ട്രൈക്ക് ചെയ്യാൻ തുടങ്ങി. നീ ശരിക്കും ദൈവത്തെ ഭയപ്പെട്ടാണോ നീ ജീവിക്കുന്നത് എന്ന് ആ ഒരു ക്വസ്റ്റ്യൻ എന്നെ വല്ലാതെ അലട്ടുകയും അത് പിന്നെ ഞാൻ ഭവനത്തിൽ കടന്നു വന്ന ദൈവത്തോട് ക്ഷമ ചോദിച്ച് വീണ്ടും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനൊക്കെ കർത്താവ് കൃപ നൽകി. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ കർത്താവിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും കർത്താവ് വളരെ അധികം അത്ഭുതകരമായി ദൈവം വഴിനടത്തിക്കൊണ്ടിരുന്നു. ഡിഗ്രി പഠനത്തിന് ശേഷം ഇങ്ങനെ അടുത്തെന്ത് ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാരെല്ലാം വിവിധങ്ങളായ ജോലിക്കും ഉപരിപഠനത്തിനായിട്ടൊക്കെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആണ് ഒരിക്കൽ ഇങ്ങനെ ഭവനത്തിൽ ഇരിക്കുന്ന സമയത്ത് അന്ന് ആത്മപ്രകാശിനി എന്ന് പറയുന്ന മാസിക ഞങ്ങളുടെ ഭവനത്തിൽ വരുമായിരുന്നു. ഈ ആത്മപ്രകാശിനിയുടെ ഒരു കോളത്തില് കുമ്മനാട് ബൈബിൾ സ്കൂളില് 59ാമത്തെ ബാച്ചില് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്ന, ഉടനെ ചേരണം. ഏകദേശം മെയ് അവസാനത്തെ ആഴ്ചയാണ് ഇത് കാണുന്നത്. ജൂൺ 6-ന് ക്ലാസ് തുടങ്ങും. അപ്പോഴാണ് ഇത് കണ്ട് ഞങ്ങൾ ഉടനെ തന്നെ ഇത് സ്പീഡ് പോസ്റ്റ് വഴി ഇത് അയച്ചിട്ട് ഞങ്ങൾ അവിടെ കുമ്മനാട് ബൈബിൾ സ്കൂളിൽ എത്തുന്ന സമയത്ത് ഞങ്ങളുടെ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ച ഈ ലെറ്റർ അവിടെ എത്തിയിട്ടില്ല. അപ്പോ ഇന്നലെ ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചപ്പോ അവര് ഞങ്ങൾക്ക് അഡ്മിഷൻ തരികയും ആ ഒരു വർഷം എനിക്ക് അവിടെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ദൈവ വേലയ്ക്ക് വേണ്ടി വേർതിരികയോ അങ്ങനെ ഒരു ചിന്തയും എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞുനാളിലെ എന്റെ പിതാവ് വേലയോടുള്ള ബന്ധത്തിൽ വേർതിരിഞ്ഞപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ നേരിട്ട ആ അവസ്ഥ, അതായത് സാമ്പത്തികമായിട്ട് ഇല്ലാത്ത അവസ്ഥ, ആഹാരത്തിനും മറ്റുള്ള ഷോർട്ടേജും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങൾ കാരണം ദൈവവേല ഇപ്പോൾ ചെയ്യുന്നത് പോലെ പഠനത്തോടുള്ള ബന്ധത്തിൽ ദൈവവേല ചെയ്യുന്നു, അതുപോലെ തന്നെ ജോലിയോടുള്ള ബന്ധത്തിലും ദൈവവേല ചെയ്യാം എന്നുള്ള
ആ ഏഹ്, ആ ഒരു തീരുമാനത്തിലാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ കുമ്മനാട് ബൈബിൾ സ്കൂളില് ആ ഒരു വർഷം കൂടുതലായി എന്റെ അടുത്ത് എന്റെ പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്തായാലും നീ ഇതെല്ലാം ചെയ്യുന്നതല്ലേ, ഇപ്പൊ എന്തെങ്കിലും ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി, അപ്പം നീ ഒരു വർഷം അവിടെ പോയി പഠിക്കുമ്പോ നിനക്ക് ദൈവവേല ചെയ്യാനാണ് കർത്താവ് വിളിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, എന്തായാലും പഠിക്കുന്നത് വെറുതെ ആകില്ല എന്ന് പറഞ്ഞ് ആ ഒരു വർഷം 59ാമത്തെ ബാച്ചിൽ അവിടെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഈ പഠിക്കുന്ന സമയത്തൊക്കെയും എനിക്ക് എന്താ പറയാ, അങ്ങനെ ദൈവവേല ചെയ്യണമെന്ന് ഒരൊറ്റ എന്റെ മനസ്സിൽ പോലും അങ്ങനെയൊന്നും പോയിട്ടില്ല. ഒരു വർഷം എങ്ങനെയെങ്കിലും പഠിക്കണം, പഠിച്ചിറങ്ങിയിട്ട് എവിടെയെങ്കിലും ജോലിക്കോ മറ്റു പഠനത്തിനുമായിട്ടെല്ലാം കടന്നു പോകണമെന്നൊക്കെ ആഗ്രഹിച്ചു. അങ്ങനെ ഏകദേശം 13 പേരാണ് ഞങ്ങൾ അന്ന് ആ വർഷത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അതിലാകെ 2 പേര് മാത്രമാണ് ദൈവവേലയ്ക്ക് വേണ്ടി പൂർണ്ണ സമയം ഇറങ്ങാത്തത്. അതില് ബാക്കി 13 പേരിൽ 11 പേരും പൂർണ്ണസമയ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നു. 2 പേര് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങാത്ത 2 പേരിൽ ഒരാള് ഞാനായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഇറങ്ങി പിന്നെ ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരുന്നു. ആദ്യം എറണാകുളത്ത് ഒരു പ്രസ്സിലാണ് ജോലി ചെയ്തത്. അവിടെ GLSന്റെ ഒക്കെ ബുക്ക് പ്രിന്റ് ചെയ്തിരുന്നത് അവിടെയായിരുന്നു. ആദ്യത്തെ 1-2 വർഷം അവിടെ ജോലിയോടുള്ള ബന്ധത്തിൽ അവിടെ ആയിരുന്നു. അവിടെ അക്കൗണ്ട്സ് നോക്കാനും ബാക്കി ഓഫീസിലെ വർക്ക് എന്നൊക്കെ പറഞ്ഞാണ് അവിടെ പോയതെങ്കിലും പ്രസ്സിലെ ജോലി കൂടുന്ന സമയത്ത് നമുക്ക് പ്രിന്റിങ്ങിലും ബൈൻഡിങ്ങിലും എല്ലാം കയറണം, അവിടെയുള്ള എല്ലാ ജോലിയും ചെയ്യണം. അങ്ങനെ ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഒരിക്കൽ പ്രിന്റിംഗ് മെഷീനിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ കൈ ഈ പ്രിന്റിംഗ് മെഷീന്റെ ഇടയിൽ അങ്ങ് സ്ട്രക്കായി. ഇത് ഇഷ്ടംപോലെ പ്രിന്റ് ചെയ്ത് ഇറങ്ങേണ്ടതാണ്. ഒരു ദിവസം പിറ്റേ ദിവസം രാവിലെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അയക്കേണ്ട മെറ്റീരിയലാണ് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് ഇത് പിന്നടിച്ച് എല്ലാം ചെയ്ത് പിറ്റേ ദിവസം രാവിലെ പോകണം. ഇതിന്റെ ഇടയിലാണ് എന്റെ കൈ ഇതിന്റെ ഇടയിലോട്ട് കയറുന്നത്. ഈ സമയം പെട്ടെന്ന് മെഷീൻ എല്ലാം സ്റ്റോപ്പായി. അപ്പം ഞാൻ നിൽക്കുന്ന ആ മെഷീനിൽ ഒരു പ്രിന്റർ, ഞാൻ ഹെൽപ്പറായിട്ടാണ് അവിടെ ആ പുള്ളിക്കാരൻ്റെ കൂടെ നിന്നത്. ആ പ്രിന്റർ വന്ന് എന്നോട് ഭയങ്കരമായിട്ട് ചൂടായി. അതായത്, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്? എന്റെ കൈ പോയതല്ല പുള്ളിക്ക് വിഷയം, പുള്ളിക്ക് ഇത് എങ്ങനെയെങ്കിലും പ്രിന്റ് ചെയ്ത് തീർക്കണം. അങ്ങനെ വളരെയധികം ശകാരിച്ച് ഇങ്ങനെ ഞാൻ ആ പ്രിന്റിംഗ് മെഷീന്റെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിച്ചു: നീ എന്തിനാണ് ഈ ബാക്കിയുള്ളവരുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ വേണ്ടി നീ പോകുന്നത്? നിന്നെ ഞാൻ എന്റെ വേലയ്ക്ക് വേണ്ടിയല്ലേ വേർതിരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ദൈവം എന്നോട് വളരെയധികം സംസാരിക്കുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ടായി. എന്നിട്ടും എനിക്ക് ആ ചെറുപ്രായത്തിലെ ആ അവസ്ഥയൊക്കെ ഞാൻ ഓർത്ത് പിന്നെയും ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ മുമ്പോട്ട് പോയി. അങ്ങനെ ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തിരുവനന്തപുരത്ത് വരികയും ഇവിടെ ഒരു പ്രൈവറ്റ് ബാങ്കിനോടൊപ്പം ചേർന്ന് ബാങ്കിലെ ജോലിക്ക് വേണ്ടി കയറുവാനൊക്കെ ദൈവം സഹായിച്ചു. ഏകദേശം 3-4 വർഷം ആ ബാങ്കിൽ ജോലി ചെയ്തു. ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തനം ചെയ്യാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു. ആ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ അത് ചെയ്ത് മുമ്പോട്ട് പോകുവാനുള്ള വളരെയധികം അനുകൂല അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന ബാങ്ക് എന്റെ വീട്ടിന്റെ അടുത്ത് ഏകദേശം എനിക്കൊരു 10 മിനിറ്റ് യാത്രയേ ഉള്ളുവായിരുന്നു. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന മറ്റ് ചിലരൊക്കെ അങ്ങ് ദൂരെ നിന്നൊക്കെ വരുന്നവരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാം വരാൻ നല്ല ലേറ്റ് ആകും. അപ്പൊ ഈ സമയത്ത് ഞാൻ 9:30-10 മണിക്ക് മുമ്പേ ഞാനും അവിടെ ഓഫീസിലെത്തും. അപ്പോ ബാക്കി എല്ലാവരുടെ അറ്റൻഡൻസ് വിളിച്ചു പറയും, അറ്റൻഡൻസ് ഒന്ന് ഓൺലൈൻ വഴി ഇടണേ എന്ന് പറഞ്ഞ് ഞാൻ അവർക്കെല്ലാം ഇടും. അങ്ങനെ ഞാൻ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെയുള്ള സഹായം ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാം എനിക്ക് എന്തെങ്കിലും ഇതുപോലെ പ്രവർത്തനമോ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരെന്നെ ഫ്രീ ആക്കും. അങ്ങനെ ആ ജോലിയോടുള്ള ബന്ധത്തിൽ തന്നെ വളരെയധികം ഭംഗിയായി തന്നെ മുമ്പോട്ട് പോകുവാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞു. ജോലിയോടുള്ള ബന്ധത്തിൽ ചില പ്രൊമോഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആകെ പ്രതിസന്ധിയിലായി. കാരണം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ദൈവവേല ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാലം ചെയ്തതുപോലെയല്ല, ഇനി ഇങ്ങനെ 2 വെള്ളത്തിൽ കാല് ചവിട്ടി മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇതെല്ലാം ചെയ്യുമ്പോഴെല്ലാം ഒരു സാറ്റിസ്ഫാക്ഷനും ഇല്ലാതെ, ഒരു സമാധാനവും ഇല്ല. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഉള്ള ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ടും വിടുന്നില്ല. ഈ പറയുന്ന കിട്ടുന്ന ശമ്പളം കളയാൻ വയ്യ, ഇത്രയും നല്ലൊരു ജോലി കളയാൻ വയ്യ. ബാക്കിയുള്ളവരുടെ മുമ്പിൽ പറയുമ്പോ ഇപ്പൊ എവിടെയാ ജോലി, ഞാൻ ഇന്ന ബാങ്കിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ളവരുടെ മുമ്പാകെ നല്ലൊരു വിലയും നിലയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പൊ ഇതെല്ലാം കളഞ്ഞിട്ട് പോകാൻ കഴിയാത്ത വളരെയധികം എന്താ പറയാൻ മാനസിക സംഘർഷത്തിലൂടെയെല്ലാം ആ ദിവസങ്ങളിലെല്ലാം കടന്നുപോയി. അങ്ങനെ ചില വർഷങ്ങൾ കഴിഞ്ഞു. 2013 ആയി. 2012-13 ആയപ്പോഴാണ് ഈ പ്രൊമോഷനോടുള്ള ബന്ധത്തിലൊക്കെ ആയിത്തീർന്നത്. അങ്ങനെ മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഫുൾ ടൈം ഓഫീസിൽ തന്നെ ഉണ്ടാകണം,
മാത്രമല്ല എല്ലാരും ഇറങ്ങിയതിന് ശേഷം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. ഇങ്ങനെ വളരെയധികം പ്രശ്നവും പ്രതിസന്ധിയൊക്കെ നേരിട്ടു. അപ്പോഴെല്ലാം ഞാൻ ആലോചിക്കുന്നത്, പ്രൊമോഷൻ കിട്ടിയ സന്തോഷിക്കുകയാണ് വേണ്ടത്, സാലറി എല്ലാം കൂട്ടി കിട്ടും. പക്ഷെ എന്റെ മനസ്സിൽ കൂടെ ഓടിപ്പോയെന്ന് പറഞ്ഞാൽ, ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ കർത്താവിന്റെ വേല ചെയ്യും, എങ്ങനെ ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിൽ വേല ചെയ്യുമെന്ന് വളരെയധികം വിഷമത്തോടുകൂടെ ഒക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം 2013 ഞാനിങ്ങനെ ഒരു ദിവസം ഗൂഗിളില് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ഒരു ട്രെയിനിങ്ങിനെ കുറിച്ച് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അതിന്റെ ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് ഞാൻ ഗൂഗിളെല്ലാം ചെയ്തു നോക്കുന്ന സമയത്ത് അത് ഇന്റർനാഷണൽ ട്രെയിനിങ് ആണ്, അത് അമേരിക്കയിലാണ് നടക്കുന്നത്. അപ്പോ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ട്രെയിനിങ് ഇതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. എബ്രഹാം തോമസ് പുല്ലാടങ്ങള് കൊച്ചി, എബ്രഹാം തോമസ് കൊച്ചി, ഇതുപോലെ അനേകം പേര് ബാലസംഘത്തിന്റെ ട്രെയിനിങ്ങിന് മറ്റൊക്കെ പോകുന്ന സമയത്ത് അവർ ഈ CEF-നെ കുറിച്ച്, ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിനെ കുറിച്ച് പറയുന്നതെല്ലാം കേട്ടിട്ടുണ്ട്. അന്ന് മുതലേ മനസ്സിന്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഈ ട്രെയിനിങ്ങിന് പോകണമെന്നുള്ള വലിയൊരു ആഗ്രഹം എന്റെ മനസ്സിൽ അന്ന് തൊട്ടേ ഉണ്ട്. അപ്പോ ഞാന് ഈ ഒരു ഇത് കണ്ടപ്പോ ഞാൻ ഉടനെ തന്നെ അവർക്ക് ഡയറക്റ്റ് ആയിട്ട് അമേരിക്കയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് മെയിൽ ചെയ്തു. പക്ഷെ ഒരു റിപ്ലൈയും വന്നില്ല. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ ഈ എല്ലാ സഹോദരന്മാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, അതിന് പോകാൻ എന്ത് ചെയ്യണം, ബാംഗ്ലൂരാണ്, അതിൽ വേറെ ഒന്നും കാണുന്നില്ല, ഒരു ഇമെയിൽ ID മാത്രമേ ഉള്ളൂ, അതിൽ ഞാൻ അയച്ചിട്ടൊന്നും കിട്ടുന്നില്ല. പല ആൾക്കാരും പറഞ്ഞു, ജോഷേ ഞാൻ വിളിച്ചു പറയാം, ഞങ്ങൾ പറയാം എന്ന് പറഞ്ഞു. പക്ഷേ ആരും പറയുന്നതല്ലാതെ ആരും വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയും ഇങ്ങനെ കാണാതിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു സഹോദരൻ ഈ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ തിരുവനന്തപുരത്തുള്ള ഡയറക്ടറിന്റെ നമ്പർ തരികയും ഞാൻ അദ്ദേഹത്തെ വിളിച്ചത് നേരിട്ട് അവിടെ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് അവരുടെ ഓഫീസിൽ ചെന്ന് പുള്ളിക്കാരനുമായിട്ട് സംസാരിച്ചതിന് ശേഷം പുള്ളിക്കാരൻ അപ്പോഴേ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഇതുപോലെ തന്നെ ഏകദേശം ഒരു 2 ആഴ്ചത്തെ ഗ്യാപ്പ് എന്തോ ഉള്ളൂ. അങ്ങനെ പുള്ളിക്കാരൻ തന്നെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അദ്ദേഹം അത് അവിടെ നിന്ന് ഉടനെ തന്നെ അയച്ച് ഉടനെ തന്നെ പുള്ളിക്കാരൻ ഉടനെ ടിക്കറ്റ് എടുക്കാനെല്ലാം പറഞ്ഞ് അങ്ങനെ എനിക്ക് ആ CEF-ന്റെ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിന്റെ ആ ട്രെയിനിങ്ങിന് പോകാനായിട്ട് കർത്താവ് സഹായിച്ചു. ശരിക്കും ആ ട്രെയിനിങ്ങിന് പോയത് എന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചു. അത് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്തും ഞാൻ ചിന്തിച്ചത് അതിനൊരു 3-4 മാസത്തെ ട്രെയിനിങ് ആണ്. ഞാൻ ലീവ് എടുത്തിട്ടാണ് ആ ട്രെയിനിങ്ങിന് പോകുന്നത്. അപ്പം തിരിച്ച് മടങ്ങി വന്നിട്ട് ആ ജോലിയോടുള്ള ബന്ധത്തില് തന്നെ തുടരണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ആ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. എന്നാൽ ഇവിടുന്ന് ട്രെയിനിങ്ങിന് പോകുന്നതിന്റെ തൊട്ടു മുമ്പ് തന്നെ ഞങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്തുള്ള മറ്റൊരു സുവിശേഷകൻ ഗോഡ്സൺ എന്നാണ് പുള്ളിക്കാരന്റെ പേര്, അദ്ദേഹത്തിനും ആ ട്രെയിനിങ്ങിന് പോകാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ട്രെയിനിങ്ങിന് പോയ ആദ്യത്തെ ആഴ്ച തന്നെ അവിടെയുള്ള ക്ലാസ്സും വിവിധങ്ങളായ സെക്ഷനിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ ദൈവം എന്നോട് വളരെയധികം വ്യക്തമായി തന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലുള്ള ആവശ്യകതയും ഇത് മറ്റുമെല്ലാം ദൈവം എന്നെ വളരെയധികം ആയി തന്നെ ദൈവം എന്നോട് സംസാരിക്കുകയും ഏകദേശം ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ തന്നെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി തന്നെ എന്നെ സമർപ്പിച്ചു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോ ഈ ഭാരതത്തിലെ സുവിശേഷീകരണത്തെ കുറിച്ചും മാത്രമല്ല ലോകമെമ്പാടുമുള്ള സുവിശേഷീകരണത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഭാരതത്തിലുള്ള സുവിശേഷീകരണത്തെ കുറിച്ച് അനേക സ്ഥലങ്ങളിൽ നിന്ന് ദേവദാസന്മാര് കടന്നു വന്ന് അവിടെ വിധങ്ങളായ സെക്ഷനിലും ക്ലാസ്സിലൂടെ എല്ലാം ദൈവത്തിന്റെ വചനം അറിയിക്കുകയും അങ്ങനെ ആ ട്രെയിനിങ്ങിന് ശേഷം ഞാൻ പൂർണ്ണമായും ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയും ഇവിടെ കടന്നു വരുവാനായിട്ട് കർത്താവ് കൃപ നൽകി. തിരിച്ച് ഭവനത്തിൽ വന്നപ്പോ എന്റെ ഭവനത്തിലുള്ളവരും എന്റെ ബാക്കി റിലേറ്റീവ്സ് എല്ലാം വിചാരിച്ചത് ഞാൻ ഇനി തിരിച്ച് ജോലിക്ക് കയറുമെന്നാണ്. എന്നാൽ ഞാൻ ആരടുത്തൊന്നും പറഞ്ഞില്ല, കാരണം പറഞ്ഞാൽ പ്രശ്നമാകും. അങ്ങനെ ഏകദേശം 1 ആഴ്ച 2 ആഴ്ച എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെല്ലാരും പറയുന്നത് നീ എന്ന് ജോലിക്ക് കയറുന്ന അപ്പൊ ഞാൻ പറഞ്ഞു ഉടനെ കയറാം. അങ്ങനെ ഞാൻ അവസാനം ഈ പറയുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് റെസിഗ്നേഷൻ ലെറ്റർ വിട്ടു. അങ്ങനെ അവസാനം വളരെയധികം പ്രശ്നത്തിലൂടെ പിന്നിലുള്ള ദിവസം കടന്നുപോയി. ബാക്കി എല്ലാരും വല്ലാത്ത അവസ്ഥ നീ എങ്ങനെ ജീവിക്കും, എന്റെ റിലേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാരും പറഞ്ഞു നീ എങ്ങനെ ജീവിക്കും. വളരെയധികം മാനസിക പ്രശ്നത്തിലൂടെ എല്ലാം ആ ദിവസങ്ങളിൽ കടന്നുപോയി. ഇങ്ങനെ വരുന്ന സമയത്ത് ആർക്കും അറിയില്ല ഞാൻ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞെന്നു. അതുകൊണ്ട് സഭയോടുള്ള ബന്ധത്തിലുള്ള പ്രവർത്തനങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് സഭ വിട്ടുള്ള ബാക്കി ഒരു ശുശ്രൂഷയ്ക്കോ മറ്റ് പ്രവർത്തനങ്ങൾക്കോ ഒന്നോ ആർക്കും അറിയില്ല ഞാൻ വേലയ്ക്ക് വേർതിരിഞ്ഞ കാര്യം. അതുകൊണ്ട് ആരും എന്നെ വിളിക്കുന്നുമില്ല, ഞാൻ ജോലിക്കാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് വീട്ടിലൊക്കെ വളരെയധികം പ്രഷർ ഉണ്ടായി, ഭയങ്കരമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടായി. ഒരു ദിവസം രാത്രി ഞാൻ വളരെയധികം വിഷമിച്ച് കരഞ്ഞു കിടന്നുറങ്ങുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി.
അങ്ങനെ വളരെയധികം വിഷമിച്ച് അന്ന് രാത്രി ഞാൻ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അങ്ങനെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ വെളുപ്പാൻ കാലം ഒരു 6-6:30 ആകുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജോഷേ നീ ഫ്രീ ആണോ, എന്റെ കൂടെ ഇന്ന് പ്രവർത്തനത്തിന് വരാമെന്ന് പറഞ്ഞ ഒരു സഹോദരന് വരാനായിട്ട് കഴിയുന്നില്ല, നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അദ്ദേഹം വിളിക്കുകയും അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഞാൻ പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയി. അങ്ങനെ കടന്നുപോയതിനു ശേഷം ഓരോ ദിവസം അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തോടൊപ്പം പോയപ്പോ അദ്ദേഹത്തിന് എന്റെ പ്രവർത്തന രീതി മറ്റെല്ലാം ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. അദ്ദേഹം പിന്നെ എന്നെ ക്ഷണിക്കുകയും ഞങ്ങൾ പിന്നെ ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തോടൊപ്പം പോകാനൊക്കെ ഇടയായി. ഏകദേശം വേലയ്ക്ക് വേർതിരിഞ്ഞ് ഏകദേശം 6 മാസത്തോളം ഭവന സന്ദർശനമായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, ക്യാമ്പ് ആയിക്കോട്ടെ, അങ്ങനെ വിവിധങ്ങളായ രീതിയിൽ അദ്ദേഹത്തോടൊപ്പം സഹകരിക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സമയത്ത് ഞാൻ ബാങ്കിൽ നല്ലധികം ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളാണ്. പിന്നെ ഇങ്ങനെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെയധികം കഷ്ടതയും പ്രയാസവും, എനിക്ക് ബസ്സിന് പോകാനുള്ള പൈസ പോലും ഇല്ലാതിരിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് എന്റെ മാതാപിതാക്കളോടോ ബാക്കി ആരടുത്തും ഒരൊറ്റ പൈസ പോലും ചോദിക്കരുത്, അവരുടെ അടുത്ത് സങ്കടം പറയരുത് എന്നുള്ള ഒരു വലിയൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. അങ്ങനെ ഈ പറയുന്ന സൗകര്യങ്ങളുടെ കൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ഈ CSIയിലും മറ്റുമെല്ലാം പ്രവർത്തനം വരുന്ന സമയത്ത് അവിടെ നമുക്ക് പോകുമ്പോ നമുക്ക് നല്ല കൂട്ടായ്മയൊക്കെ അവർ തരുമായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ വീട്ടിലുള്ളയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നതിനേക്കാളും ഉപരിയായിട്ട് വിവിധങ്ങളായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോ എന്റെ കുടുംബത്തിലുള്ളവരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അവരെല്ലാം ഇവനെന്ത് വലിയ മാറ്റം, പണ്ടത്തെ പോലെ അല്ലല്ലോ ഇവൻ, അതിനേക്കാളും നല്ലതായിട്ടാണല്ലോ ഇവൻ നടക്കുന്നതെന്ന് കണ്ട് അവര് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ വർഷങ്ങൾ പലത് കടന്നുപോയി. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും സഭയുടെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും ഒക്കെ മുമ്പോട്ട് പോയിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ വർഷം ഇപ്പൊ 2014 2013 ഞാൻ പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞത്. 2014 ആയപ്പോ അന്ന് എനിക്ക് 27 വയസ്സുണ്ട്. അപ്പൊ വിവാഹാലോചനകളൊക്കെ വളരെയധികം വന്നുകൊണ്ടൊക്കെ ഇരുന്നു. അത് ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു കൊണ്ടാണ് വിവാഹാലോചനകളൊക്കെ ഒരു ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോ പിന്നെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ പിന്നെ വിവാഹാലോചനകളെല്ലാം കുറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മാതാപിതാക്കൾക്ക് വളരെയധികം ഉത്കണ്ഠയൊക്കെ ഉണ്ടായി. ഇനി ഇവൻ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞപ്പോ ഇവനിനി എവിടെ നിന്ന് പെണ്ണ് കിട്ടും എന്നുള്ള അവസ്ഥ. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അവരെ തന്നെ വിളിച്ചു ചോദിക്കാനൊക്കെ ഇടയായി തീർന്നു. ചില ആൾക്കാർ എനിക്കിന്ന് ഓർമ്മയുണ്ട്, അവരിങ്ങോട്ട് വിളിച്ചു പറഞ്ഞതാണ്, അതായത് പിന്നെ കല്യാണാലോചനയൊക്കെ കൊണ്ടുവന്നതാണ്. ഞാൻ സുവിശേഷകനായി വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചു എന്ന് കേട്ടപ്പോ അവർക്ക് പിന്നെ ഒരു സംശയം, ഇനി ഇവരെങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ജോഷിനെ കല്യാണം കഴിച്ചു കൊടുത്താൽ ശരിയാകുമോ? അങ്ങനെ ഇരിക്കുമ്പോ ഒരു നേഴ്സിന്റെ ആലോചനയൊക്കെ വന്നു. അപ്പൊ പുള്ളിക്കാരൻ ആദ്യം ആലോചിച്ച് വന്ന് അതിനുശേഷം അവര് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഇനി ഈ പറയുന്ന പെൺകുട്ടിയെ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്, ഇനി ജോലിക്ക് വേണ്ടി വിടുവോ എന്നുള്ള സംശയം കാരണം അവരെല്ലാം ഇങ്ങനെ പിന്മാറിപ്പോയി. അങ്ങനെ ബോംബെയിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും എല്ലാം കല്യാണ ആലോചന വന്നു. എന്നാൽ ഞങ്ങള് ദൈവത്തോട് പ്രാർത്ഥിച്ച് എന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബമായി തന്നെ ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ മുമ്പോട്ട് പോയി. വളരെയധികം അത്ഭുതമാണ് പിന്നെ നടന്നത്. എനിക്ക് പിന്നെ കല്യാണാലോചന വരുന്നത് വെറും എന്റെ വീട്ടിൽ നിന്ന് 50 മീറ്റർ മാറി, വെറും നടന്നു പോകാൻ, അതും മെയിൻ റോഡൊന്നും കയറണ്ട, നടന്നു പോകുന്ന ഒരു അത്രയും ഡിസ്റ്റൻസിൽ എനിക്കൊരു കല്യാണാലോചന വരുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പൊ ഏകദേശം 2012-13 മുതൽ ഞങ്ങൾ താമസിക്കുന്നത് ഈ ആറാമട എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ആറാമട സഭയുടെ ഒരു കുറച്ച് ബാക്കിലായിട്ട് വരും, കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവിടെ നിന്നാണ് ഞങ്ങളിപ്പോ മണലയത്ത് പ്രവർത്തനങ്ങൾക്കും മറ്റുമായിട്ട് മണലയം സ്ഥലം സഭയിലേക്ക് കടന്നു പോകുന്നത്. അപ്പോ ഈ വെറും 50 മീറ്റർ മാത്രം വ്യത്യാസത്തിൽ ഒരു ആറാമട സഭയിൽ നിന്ന് തന്നെ അവിടത്തുള്ള 1-2 മൂപ്പന്മാര് കടന്നു വന്ന് ഇങ്ങനെ ഞങ്ങളുടെ സഭയിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ കല്യാണ ആലോചന മുമ്പോട്ട് കൊണ്ടുവന്നു. അപ്പോഴും ഞങ്ങൾക്കൊരു സംശയം, ഞാനിപ്പം പൂർണ്ണസമയം സുവിശേഷകനാണ്, ദൈവ വേല ചെയ്യുന്നു, അതൊക്കെ അവർക്ക് സമ്മതമാണെന്ന് ചോദിച്ചു. അതെല്ലാം അവരറിഞ്ഞിട്ടാണ് കടന്നു വന്നത് എന്ന് പറയുവാനായിട്ട് ഇടയായി. തുടർന്ന് ഞങ്ങൾ ആ വിവാഹാലോചനയെ മുമ്പോട്ട് പോയി. അങ്ങനെ 2014 ഏപ്രിൽ മാസം എന്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ വൈഫ് ഒരു നേഴ്സാണ്. പഠിച്ചിറങ്ങി ഒരു
6 മാസത്തിന്റെ അകത്താണ് വിവാഹം കഴിയുന്നത്. അങ്ങനെ കഴിയുന്ന സമയത്ത് എനിക്ക് വളരെയധികം എന്താ പറയുക, എനിക്ക് മാനസികമായിട്ട് ഭയങ്കരധികം സംഘർഷം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വേറെ വരുമാനമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എങ്ങനെ ഇത് മുമ്പോട്ട് പോകും എന്നുള്ള വളരെയധികം ഇത് മാനസിക സംഘർഷത്തിലൂടെ എല്ലാം കടന്നു പോകുന്ന സമയത്ത് ഞാൻ വൈഫിനോട് ആദ്യമായിട്ട് ഞങ്ങൾ അവരുടെ ഭവനത്തിൽ പോകുന്ന സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അനേക കാര്യങ്ങൾ അവളോട് വ്യക്തമായി തന്നെ പറയുവാനായിട്ടൊക്കെ ഇടയായി തീർന്നു. അന്ന് എന്റെ വൈഫ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ അനേക വർഷങ്ങൾക്ക് മുമ്പ് 6ാമത് സഭയിൽ VBS കടന്നു പോകുന്ന സമയത്ത് വില്യം കേറിയുടെയും മറ്റും മിഷണറി സ്റ്റോറിയും മറ്റൊക്കെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് പഠിക്കുന്ന സമയത്ത് ഒരു 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 വർഷത്തെ VBS കർത്താവെ, എനിക്ക് ഇങ്ങനെ ഒരു മിഷണറി ആയിട്ടുള്ള ഒരാളിനെ കല്യാണം കഴിക്കാൻ സാധിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അവൾ അന്ന് പ്രാർത്ഥിച്ചു എന്ന് പറയുവാനായിട്ടിടയായി. ഇത് വളരെയധികം എന്താ പറയുന്നത്, ഞാൻ ഇത് കേട്ട സമയത്ത് തന്നെ ഞാൻ അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അങ്ങനെ ഞാൻ അന്ന് അവിടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ 2014 ഞങ്ങളുടെ വിവാഹം കഴിയും. ഇന്ന് 2024, ഏകദേശം 10 വർഷമായി. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്റെ വൈഫ് ഇപ്പോഴും ഒരു നേഴ്സായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി. മൂത്തത് ഒരു മോളാണ്, അവളിപ്പം 4th സ്റ്റാൻഡേർഡ് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയത് ഒരു മോനാണ്, അവൻ UKG പഠിക്കുന്നു. മൂത്ത മോളുടെ പേര് ജോആൻ ജോഷ്, മോന്റെ പേര് ജോപോൾ ജോഷ്, വൈഫിന്റെ പേര് അഖില. ഇങ്ങനെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളെ ധാരാളമായി അനുഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നു. ഇപ്പോ എന്റെ ഭവനത്തില് എന്റെ പപ്പയും അമ്മയും ഉണ്ട്. മാത്രമല്ല വൈഫും കുഞ്ഞുങ്ങളും ഞങ്ങളെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ദൈവവേലയോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 30-35 കിലോമീറ്റർ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് അങ്ങോട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഏകദേശം 28 കിലോമീറ്ററോളം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് തന്നെ ഈ മണലയം എന്ന് പറയുന്ന സ്ഥലത്ത് എത്താനായിട്ടുണ്ട്. എന്നാൽ എല്ലാ ഞായറാഴ്ചയും മാത്രമല്ല, ഇട ദിവസങ്ങളിലെല്ലാം പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലൊക്കെ കടന്നു പോകാനൊക്കെ ഇടയായി കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മണലയം എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രി യോഗങ്ങൾ നടത്തുവാനായിട്ട് പലപ്പോഴും ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. കാരണം അവിടെ അത്രയും റൂറൽ ആയിട്ടുള്ള ഏരിയ ആണ്. മാത്രമല്ല രാത്രിയെല്ലാം കാട്ടുപന്നിയുടെ മറ്റ് പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് ആന്റിമാർക്കും സൗകര്യമാർക്കും മറ്റ് സൗരങ്ങൾക്കൊന്നും രാത്രി നടക്കുന്ന, അതായത് ഒരു 6-7 മണി ഇരുട്ടി കഴിഞ്ഞിട്ട് നടക്കുന്ന ഒരു മീറ്റിങ്ങിന് മറ്റും കടന്നു വരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ മുമ്പോട്ട് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഞായറാഴ്ച ദിവസം തന്നെയാണ് ഞങ്ങള് ഭവനയോഗവും മറ്റും എല്ലാം നടക്കുന്നത്. ഇടയ്ക്ക് അവധി ദിവസങ്ങൾ എന്തെങ്കിലും വരുമ്പോൾ രാവിലെ എന്തെങ്കിലും മീറ്റിങ്ങും അങ്ങനെ ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. അല്ലാത്ത ദിവസങ്ങളൊക്കെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിലൊക്കെ പോയി അവിടെ എന്റെ പിതാവിനും അല്ലെങ്കിൽ എനിക്ക് മാറി മാറി ചെന്ന് അവിടെയുള്ള പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലൊക്കെ സഹകരിക്കുവാനൊക്കെ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ മണലയം സഭയെ ഓർത്ത് ഇത് കേൾക്കുന്ന എല്ലാ ദൈവമക്കളും മണലയം സഭയെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. വളരെയധികം റൂറൽ ആയിട്ടുള്ള ഏരിയയിലാണ്. ഞങ്ങൾ വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. ആ വിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഞാൻ താമസിക്കുന്ന കുന്നപ്പുഴ 6ാമട എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് മുടവൻമുകൾ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അവിടെ നമ്മുടെ വർഷങ്ങളായിട്ട് ഞങ്ങള് അവിടെ പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ കോവിഡിന് ശേഷം ഞാനും 6ാമട സഭയിലെ സുവിശേഷകനായിരിക്കുന്ന ബ്രദർ ഡാനി എസിക്കൽ ഞങ്ങൾ 2 പേരും കൂടെ കടന്നു ചെന്ന് അവിടെ ഉള്ള ഓരോ ഭവനവും അങ്ങനെ ഞങ്ങൾ കവർ ചെയ്ത് വന്നപ്പോൾ ഏകദേശം കിലോമീറ്റർ കണക്കിന് ഞങ്ങൾ കാൽനടയായിട്ട് പോയി ആഴ്ചയിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഒരൊറ്റ ഭവനം പോലും വിടാതെ എല്ലാ ഭവനങ്ങളും ചെന്ന് ഈ കർത്താവിനെ കുറിച്ച് പറയുവാനൊക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആ സ്ഥലത്ത് ഞങ്ങളുടെ വാർഡ് എന്ന് പറയുന്ന 6ാമട സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ വാർഡ് തൃക്കണ്ണാപുരം വാർഡാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളതും ഏറ്റവും അധികം സഭയുമുള്ള വിവിധ ഡിനോമിനേഷന്റെ സഭകളുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ അവിടെ ഒരു ബൈബിൾ ക്ലാസ് എല്ലാം തുടങ്ങി അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഈ 2 മാസക്കാലമായി VBS തിരക്കോടിനോടുള്ള ബന്ധത്തിൽ അത് തൽക്കാലം നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഞാൻ ഈ സഭയോടുള്ള ബന്ധത്തിലും ഈ മുടവൻമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുന്നുവെങ്കിലും കൂടുതലായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനമാണ് കൂടുതലായി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത്, ഞാൻ എന്താ പറഞ്ഞ ഒരു VBS വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പോകുന്നത്. അങ്ങനെ അത് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് വരുന്ന സമയത്ത് ഞാൻ കൂടുതലായി തന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തനം ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ച് അതുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളില് ഈ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് തന്നെ ഒരുവിധം എല്ലാ ഓർഫണേജും അവധി ദിവസങ്ങൾ, പ്രത്യേകിച്ച് ശനിയാഴ്ച ദിവസങ്ങളിൽ, ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം വരുന്ന ദിവസങ്ങളിൽ എല്ലാ ഓർഫണേജൊക്കെ കവർ ചെയ്ത് മുടങ്ങാതെ തന്നെ പല പല ഓർഫണേജിൽ കടന്നു ചെന്ന് ഈ കർത്താവിന്റെ വചനം പറയുവാനൊക്കെ ഇടയായിക്കൊണ്ടിരിക്കുന്നു. ഓരോ സിലബസ് ആയിട്ട് തന്നെ VBSന്റെ ബുക്കും മറ്റ് സിലബസ് എല്ലാം ഞങ്ങൾ ഫോളോ ചെയ്ത് ഓരോ മാസം ഓരോ സ്ഥലത്ത് 5 പാഠം വീതം അങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അനേക സ്ഥലങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് ഇവിടെ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള അനേക കുഞ്ഞുങ്ങള് താമസിക്കുന്ന ഓർഫണേജ് ഉണ്ട്. അവിടെയൊക്കെ കടന്നു പോകാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പിരപ്പൻകോട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എയ്ഡ്സ് ബാധിച്ച കുഞ്ഞുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് അവിടെയും ആ ഓർഫണേജിലൊക്കെ കടന്നുപോയി ഈ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിക്കുവാനൊക്കെ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് വിവിധങ്ങളായ ചിൽഡ്രൻസ് ക്ലബ്ബൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചിൽഡ്രൻസ് ക്ലബിനോടുള്ള ബന്ധത്തിൽ അനേക പൂട്ടിപ്പോകേണ്ട സ്ഥലസഭകൾ ഉണ്ടായിരുന്നു. അതെല്ലാം പലപ്പോഴും ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് അതങ്ങനെ വല്ലാത്തൊരു ഭാരം ഉണ്ടായിരുന്നു. കാരണം അനേക സ്ഥലം സഭകളിൽ തലമുറകളില്ലാത്ത അവസ്ഥ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ബാലസംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ അനേക സ്ഥലങ്ങളിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ ടീച്ചർമാരില്ലാത്ത സ്ഥലങ്ങളിൽ ചെന്ന് അവരോടൊപ്പം ചേർന്ന് സൺഡേ സ്കൂളിനും മറ്റും എല്ലാം സഹകരിക്കുവാനൊക്കെ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഞായറാഴ്ച പോകാൻ പറ്റിയില്ലെങ്കിൽ ശനിയാഴ്ച ദിവസം ഒരു ചിൽഡ്രൻസ് ക്ലബ് എന്നുള്ള രീതിയിലൊക്കെ കർത്താവിന്റെ സാക്ഷീകരിക്കുവാനൊക്കെ കർത്താവ് കൃപ നൽകുന്നു. പ്രത്യേകിച്ച് ഒരു സ്ഥിരമായി പോകുന്ന ഒരു 2-3 സ്കൂളുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളിലാണ്. അവിടെ ഒരു പ്രയാസമില്ലാതെ തന്നെ നമുക്ക് അവിടെ ചെന്ന് കർത്താവിനെ സാക്ഷീകരിക്കും. സുവിശേഷം ഡയറക്റ്റ് ആയിട്ട് പറയും, കുഞ്ഞുങ്ങളോടൊക്കെ പറയുവാനൊക്കെ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ ഇടയിലെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിലും കർത്താവ് വളരെയധികം കൃപ നൽകും. തുടർന്നും ഞങ്ങളെയും കുടുംബമായി തന്നെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയിൽ ഓർക്കണം. എന്റെ പിതാവിന്റെ പേര് ജോൺ നേശൻ എന്നാണ്. പിതാവിന് ഒരു 3 മാസം മുമ്പ് കാൽമുട്ട് മാറ്റിവെക്കുന്ന ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. എന്നാൽ ഇപ്പോഴ് എല്ലാം ശരിയായി കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് ഞങ്ങള് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അടിയന്റെ ഈ എളിയ സാക്ഷ്യം നിർത്തുന്നു. പ്രത്യേകിച്ച് ഒരു വാക്യം മാത്രം വായിച്ചുകൊണ്ട്, ഞാൻ എന്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ പ്രാർത്ഥികമാക്കി കുറെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച് മുൻപോട്ട് പോകുന്ന ഒരു വാക്യം മാത്രം വായിച്ചിരിക്കാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം, അതിന്റെ 4-ാമത്തെ അധ്യായം, അതിന്റെ 9 മുതലുള്ള വാക്യം. അവിടെ എബ്ബേസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നത്: എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതിർ വിസ്താരമാക്കുകയും എന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിന് ദൈവം അവന് നൽകി. ഇവിടെ എബ്ബേസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയാണ് എന്റെ ജീവിതത്തിലും ഞാൻ ആപ്തവാക്യമായിട്ട് എടുത്തു മുമ്പോട്ട് പോകുന്നത്. അവിടെ എബ്ബേസ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഇതാണ്: നീ എന്നെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കണം. ഞാൻ കർത്താവിനോട് പറയുന്നത്, കർത്താവെ, ഒരു വാ തുറക്കാൻ കഴിയാതിരുന്ന നീ എന്നെ അനുഗ്രഹിച്ചു. എന്റെ വാ എല്ലാം തുറന്ന്, ആ വിസ്താരത്തിൽ ദൈവമേ നീ എന്നെ തുറന്ന് എന്റെ വാ തുറപ്പിച്ചു. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു ലജ്ജയും കൂടാതെ, ഒരു കാലത്ത് അമ്മയുടെ സാരിത്തുമ്പില് ഒളിച്ചു നിന്ന് നീ എന്നെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ഇത്രമാത്രം നീ എനിക്കെല്ലാം തന്നു. ദൈവമേ, കൂടുതലായി തന്നെ അവിടുന്ന് എന്നെ ഉപയോഗിക്കണമേ, അവിടെ നിന്ന് എന്നെ അനുഗ്രഹിക്കണമേ, അവിടുത്തെ വേലയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്നാണ് ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അടുത്ത് എന്റെ അതിർ വിസ്താരമാക്കണമേ. എബ്ബേസ് എന്റെ അതിർ വിസ്താരമാക്കുകയും എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവെ, എനിക്ക് കൂടുതലായിട്ടുള്ള വേല സ്ഥലങ്ങൾ തരണം. ഇതിലുപരിയായി എനിക്ക് കർത്താവിന്റെ വേല ചെയ്യണം. എന്റെ അതിർ അവിടുന്ന് എനിക്ക് വിസ്താരമാക്കി തീർക്കണമേ. മാത്രമല്ല, അവിടെ നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണമേ എന്ന് എബ്ബേസ് പറയുന്നു. കർത്താവ്, ഞാൻ ചെയ്യുന്ന എന്ത് ശുശ്രൂഷയായാലും അവിടുത്തെ കൈ എന്നോടുകൂടെ ഇരിക്കണം. അവിടുത്തെ കൃപ എനിക്ക് തരണം. ബാക്കിയുള്ള കുഞ്ഞുങ്ങളോടായിക്കോട്ടെ, വലിയവരോടായിക്കോട്ടെ, സഭയിൽ ചെയ്യുന്ന ശുശ്രൂഷ ആയിക്കോട്ടെ, ഭവന സന്ദർശനമായിക്കോട്ടെ, എന്ത് പ്രവർത്തനം ചെയ്യാൻ അവിടുത്തെ കൈ എന്നോടുകൂടെ ഇരിക്കണം. മാത്രമല്ല, എബ്ബേസ് അവസാനമായി പ്രാർത്ഥിക്കുന്ന ഇങ്ങനെയാണ്: അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന്
എബേസ് ദൈവത്തോട് അപേക്ഷിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ, കർത്താവെ, ഈ ഭൂമിയിൽ അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരരുത്. അനർത്ഥം എന്ന് പറയുമ്പോൾ ഈ ദൈവ വഴി വിട്ടുള്ള മറ്റൊരു കാര്യവും, അതായത് ദൈവഭക്തി വിട്ട് സാത്താന്റേതായിട്ടുള്ള ഒരു പ്രവർത്തനം സാത്താൻ അടിയന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രവർത്തിക്കാതെ വണ്ണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണം, എന്റെ അതർ അവിടുന്ന് വിസ്താരമാക്കണം, അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം, അവിടുത്തെ കൈ എന്നോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നു. പ്രിയ ദൈവമക്കളെ, ഈ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും അപ്രകാരം പ്രാർത്ഥിക്കുവാനായി കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും വേല സ്ഥലങ്ങളുടെ അതിർ വിസ്താരമാക്കി തരുവാൻ, നമ്മുടെ ഈ വലിയവനായ ദൈവത്തിന്റെ കൈ എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടാകുവാൻ, ഈ ദൈവം നമ്മെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കുവാൻ മാത്രമല്ല, അവിടെ നാം പ്രാർത്ഥിച്ചില്ല, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് കഴിച്ചു കൊണ്ടുപോകാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ അവസരം തന്ന പ്രിയ സന്തോഷ് ബ്രദറിനും ഈ കാൽവറി നാദം മിനിസ്ട്രിക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം കേട്ടതുപോലെ ജീവിതത്തിൽ ഒന്നും അറിയാത്ത ഒരാളെ, ഒന്നും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ ദൈവം വിളിച്ചു വേർതിരിച്ച് ഇന്ന് കർത്താവിന് വേണ്ടി വളരെ അധ്വാനിപ്പാൻ തനിക്കും തന്റെ പിതാവിനും തന്റെ കുടുംബത്തിനും ദൈവം കൃപ ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും മേൽക്കുമേൽ അവിടുന്ന് നൽകട്ടെ. തന്റെ പ്രവർത്തനത്തിന്റെയും ജീവിതത്തിന്റെയും കുടുംബജീവിതത്തിന്റെയും ഭൗമിക ആവശ്യങ്ങളുടെയും അതിര് ദൈവം വിശാലമാക്കി നൽകട്ടെ. ദൈവം എല്ലാ നന്മയും നൽകട്ടെ. ഇന്ന് രാത്രി ഞങ്ങൾ കാൽവറിനാഥ് മിനിസ്ട്രിയും സകല പ്രിയപ്പെട്ടവരും കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ സജു ടി പോൾ അവറുകൾ നമ്മളോടുകൂടെ ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമ്മുടെ ശുശ്രൂഷ അവസാനിപ്പിക്കും. എന്നാൽ അതിനു മുമ്പ് ഔട്ട് ഓഫ് താങ്ക്സിനും മറ്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതിനുമായി മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ ബ്രദർ മാമിൻ കുര്യൻ തിരുവനന്തപുരം അവറുകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ഈ ശനിയാഴ്ചയെ നമുക്ക് ജീവിതത്തിൽ കൂടുവാൻ തക്കവണ്ണം ദൈവം അനുകൂലമായ സാഹചര്യം തന്നല്ലോ എന്നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ മനുഷ്യരുടെ നാമത്തിൽ ഞങ്ങളുടെ വന്ദനത്തെയും അതുപോലെ ഞങ്ങളുടെ നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. തുടർന്നും ഈ മനുഷ്യൻ ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. പ്രിയമകൾ അക്സ സന്തോഷം മൂലം 2 അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. അതിനുശേഷം കർത്താവിന്റെ ദാസൻ ജോഷ് ജോൺ പ്രിയ സഹോദരന്റെ അനുഭവ സാക്ഷ്യമാണ് ഇത്രയും നേരം നാം കേട്ടുകൊണ്ടിരുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം പ്രിയ സഹോദരനിൽ ഉണ്ടാകുകയും എന്റെ പിതാവിൽ നിന്ന് ലഭിച്ച ആ ധൈര്യവും ആ കാര്യങ്ങളെല്ലാം ചേർത്തിണക്കി കർത്താവിന്റെ വേല ചെയ്യുവാൻ താൻ ധൈര്യത്തോടെ വന്ന കാര്യമാണ് പറയുന്നത് നാം കേട്ടുകൊണ്ടിരുന്നത്. പ്രിയ സഹോദരനെയും 2 കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവത്തിന് വേണ്ടി ധാരാളം വേലകൾ ചെയ്യുവാൻ തക്കണം. പ്രത്യേകിച്ച് നാം കേട്ടതുപോലെ കുഞ്ഞുങ്ങളിലൂടെ ഉള്ള ആ വേല എത്രയോ നല്ലൊരു വേലയാണ്. ചെറിയ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച്, മാത്രമല്ല ദൈവത്തിന്റെ വചനം അവരെ കേൾപ്പിച്ച് ദൈവത്തിന്റെ മക്കളായി തീർക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്തപ്പെട്ട വേല തന്നെയാണ്. പ്രിയ സഹോദരൻ അതിനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. പ്രിയ സഹോദരനെ ദൈവം അതിനുവേണ്ടി എടുത്ത് ഉപയോഗിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കടന്നു വന്ന് നല്ല അനുഭവ സാക്ഷ്യം പങ്കുവച്ചതിന് മനുഷ്യരോടുള്ള നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നാം കേട്ടതുപോലെ സജി ടി പോൾ സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ദൈവമെങ്കിൽ അടുത്ത ആഴ്ച ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. പ്രിയ ദൈവദിനം പ്രാർത്ഥനയോടെ കടന്നു വരണമെന്ന് അപേക്ഷിക്കും കൂടിയാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു, കർത്താവെ മഹത്വപ്പെടുത്തുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങൾ കർത്താവെ നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുവാൻ, കർത്താവെ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരന്റെ സാക്ഷ്യം കേൾക്കുവാനും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകിയ ഈ അവസരത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കാലാകാലങ്ങളായി
അവിടുത്തെ മക്കളെ അവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കുന്നു. അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് അവിടെ നിന്ന് വിളിച്ച് വേർതിരിക്കുന്നു. അതിനുവേണ്ട ദൈവകൃപ അവർക്ക് നൽകുന്നു. കർത്താവ് ആ നിലയിൽ ദർശനങ്ങൾ ഒക്കെ ദൈവം നൽകി. കർത്താവ് ഇതുവരെയും നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, പ്രത്യേകിച്ച് പ്രിയ ജോഷ് ജോൺ സഹോദരനെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരനോട് കർത്താവ് കാണിച്ച കൃപയ്ക്കായിട്ടും കരുണയ്ക്കായിട്ടും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ വേലയ്ക്കായിട്ട് അവിടെ നിന്ന് വിളിച്ച് വേർതിരിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് ഉത്തരവാദിത്തത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് പ്രിയദാസനെ ധാരാളം അവിടെ നിന്ന് അനുഗ്രഹിക്കണം എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. തന്റെ ജീവിതത്തിൽ ദൈവം തന്നെ നടത്തിയ വഴികൾ, അത് കർത്താവ് വിവിധ നിലയിലൂടെ ദൈവം തന്നെ ഉപയോഗിച്ചതൊക്കെ ഞങ്ങൾ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കർത്താവെ, തനിക്ക് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൊടുത്തിരിക്കുന്ന ആത്മീക സന്തോഷത്തിനും ഭാരത്തിനുമായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, അതുപോലെ തന്നെ സ്ഥലം സഭയോടുള്ള ബന്ധത്തിലും ശുശ്രൂഷകളും ഉത്തരവാദിത്തങ്ങളും ചെയ്യുവാൻ കർത്താവ് കൊടുത്തിരിക്കുന്ന സന്തോഷത്തിനായിട്ട് ദൈവമേ നന്ദിയോടെ സ്തോത്രം. ധാരാളം കൃപ പ്രിയദാസന് ദൈവം നൽകണം എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിളിച്ച ദൈവം, കർത്താവെ അവിടെ നിന്ന് വിളിച്ചതുപോലെ തന്റെ ശുശ്രൂഷ തികയ്ക്കുവാനുള്ള എല്ലാ ദൈവകൃപയും നൽകി അവിടെ നിന്ന് ഓരോ ദിവസവും അങ്ങ് സഹായിക്കണം എന്ന് അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ദൈവകൃപ നൽകണം. തന്നോട് കൂടെ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി കൂടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് പ്രിയദാസിയെയും ദൈവം സഹായിക്കണം. ദൈവം നൽകിയ കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, ആ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരുവാൻ, ദൈവത്തിന് മഹത്വമുള്ള കുഞ്ഞുങ്ങളായി വളരുവാൻ കർത്താവായ ദൈവം അവിടെ നിന്ന് സഹായിക്കണം, കൃപ നൽകണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവകൃപ അവിടെ നിന്ന് കൂടെ ഇരിക്കണം. കുടുംബമായി ദൈവം അവരെ മാനിക്കണം. കർത്താവെ, തന്റെ പിതാവിനായിട്ട് മാതാവിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ ക്ലേശങ്ങൾ കർത്താവെ കൊണ്ട് ആവശ്യമായ കൃപ ദൈവം നൽകണം. ദൈവകൃപയിൽ അവിടെ നിന്ന് പരിപാലിക്കണം, സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സർജറിയൊക്കെ കർത്താവ് അനുഗ്രഹമാക്കി. ദൈവം കൊടുത്ത ആരോഗ്യത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, മണലയം സഭയ്ക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ, അവിടെയുള്ള വിശ്വാസികളെ കോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് വിശാലമാക്കണം. ആത്മാക്കളെ തുറന്ന് നൽകി അവിടെയുള്ള പ്രവർത്തനത്തെ ദൈവം ആദരിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് തന്റെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം ദൈവം കൂടെ ഇരിക്കണം. കർത്താവ് നടത്തുവാൻ കരുതുവാൻ മതിയായവനാണ്. ആ നിലയിൽ കർത്താവ് തന്നോട് കൂടെ ഇരുന്ന് അത്ഭുതകരമായി ദൈവം തന്നെ വഴി നടത്തണം, സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. തന്റെ സാക്ഷ്യം ഞങ്ങൾ കേൾപ്പാനിടയായി. കർത്താവെ, ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവം അവിടെ നിന്ന് ഓരോരുത്തരെ വിളിച്ച് വേർതിരിക്കുന്നല്ലോ. കർത്താവെ, നന്ദിയോട് സ്തോത്രം. കാൽവരിനാഥം മിനിസ്ട്രിക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനേകം നാളുകളായി ദൈവദാസന്മാരുടെ സാക്ഷിയൊക്കെ ഈ നിലയിൽ കേൾപ്പിക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവർ ഉപയോഗിക്കുന്നു. പ്രിയ സന്തോഷ് സോവനെയും അതുപോലെ റോയിച്ചായനെയും ഒക്കെ ആ നിലയിൽ അവിടെ നിന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് തുടർന്നും ദൈവം അവരെ സഹായിക്കണം. ഇന്ന് ഈ മീറ്റിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കും. കർത്താവ് നെറ്റ്വർക്കിന്റെ ഒരു തടസ്സവും വരാതെ കർത്താവ് അവിടെ നിന്ന് സഹായിച്ചത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. മഹത്വം എല്ലാം അവിടെ നിന്ന് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.